നമസ്കാരം. NCTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നാടെങ്ങും ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കല്ലൂരിൽ സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഞെള്ളൂർ സ്വദേശി അക്കരക്കാരൻ വീട്ടിൽ രാമൻകുട്ടിയാണ് മരിച്ചത്. പുതുക്കാട് പഞ്ചായത്ത് ആദ്യഘട്ട BJP സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂരാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തൃക്കൂർ പഞ്ചായത്തിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സജീവ സാന്നിധ്യമായി ആം ആദ്മി പാർട്ടി. പഞ്ചായത്തിലെ 8 ജനറൽ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ സജീവമായി കഴിഞ്ഞു. പുതുക്കാട് കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം ഈ മാസം 17, 18, 19 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലാ ഭരണകൂടം, ജില്ലാ ശിശുക്ഷേമ സമിതി, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷം വർണ്ണോത്സവം 2025 വർണ്ണാഭമായി ആഘോഷിച്ചു. ശിശുദിന റാലി വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുട്ടികളുടെ പ്രധാനമന്ത്രി പാർവതി ദിനേശും സംഘവും നയിച്ച ശിശുദിന റാലിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തൃശൂർ ടൗൺ ഹാളിൽ സ്വീകരിച്ചു. തുടർന്ന് നടന്ന പതാക ഉയർത്തലിനു ശേഷം കുട്ടികളുടെ പ്രസിഡന്റ് ജെറൂഷ ഷിബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ശിശുദിന സ്റ്റാമ്പിന്റെ പ്രകാശനം ജില്ലാ കളക്ടർ നിർവഹിച്ചു. കുട്ടികളുടെ പ്രധാനമന്ത്രി പാർവതി ദിനേശ് യോഗം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ സ്പീക്കർ അതിഥി അരുൺ മുഖ്യപ്രഭാഷണം നടത്തി. രോഹിത് നന്ദകുമാർ, ഡോക്ടർ P ഭാനുമതി, MV സുനിൽകുമാർ, PJ ബിജു, ജീജ വിജയൻ, KP ബിന്ദു, TU സ്മിത, S ദ്വിതി, ലവിൻ ലിയാൻഡോ എന്നിവർ പ്രസംഗിച്ചു. ഫാത്തിമ സഹല ലഹരി വിമുക്ത പ്രതിജ്ഞയും TM അവനിജ മാലിന്യമുക്ത പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. അശീതി ആഘോഷിക്കുന്ന ശിശുക്ഷേമ സമിതി സംസ്ഥാന നിർവാഹക സമിതി അംഗം MK പശുപതിയെ ഉപഹാരം നൽകി ആദരിച്ചു. ജില്ലാ സെക്രട്ടറി PK വിജയൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ VK ഉണ്ണികൃഷ്ണൻ, സാജൻ ഇഗ്നേഷ്യസ്, ബാലകൃഷ്ണൻ അഞ്ജിത്ത്, KS പത്മിനി, VM കരീം, ഡോക്ടർ ബെന്നി ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. 5500-ലധികം കുട്ടികൾ പങ്കെടുത്ത റാലിയിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങളും ലഘുഭക്ഷണവും വിതരണം ചെയ്തു. ആലത്തൂർ ALP സ്കൂളിൽ KG ഫെസ്റ്റും വോയിസ് ഓഫ് ആലത്തൂർ റേഡിയോ പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു. ഫാഷൻ ഷോ, ഫാൻസി ഡ്രസ്, ആക്ഷൻ സോങ്, കഥ പറയൽ, വിവിധ ഡാൻസുകൾ, ശിശുദിന സന്ദേശ പ്രസംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികളോടെ ആഘോഷിച്ചു. മുഴുവൻ KG വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാലയം നടപ്പിലാക്കുന്ന അതിനൂതന പദ്ധതിയായ വോയിസ് ഓഫ് ആലത്തൂർ റേഡിയോ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. അധ്യാപകനും കവിയുമായ പ്രവീൺ M കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KJ ജയരാജൻ അധ്യക്ഷനായി. വിദ്യാലയത്തിലെ കുട്ടി RJ ആവണി മുഖ്യാതിഥിയും ക്ലബ് FM സീനിയർ RJയുമായ RJ വിനീതുമായി സംവദിച്ചു. റിട്ടയർഡ് അധ്യാപകൻ KR ശശികുമാർ, സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് PM ജിൻസ, MPTA പ്രസിഡന്റ് പ്രിൻസി പൗലോസ്, കോറിയോഗ്രാഫർ KV ശ്രീരാഗ്, സ്കൂൾ ലീഡർ KN നവീൻ, അധ്യാപകരായ CG അനൂപ്, MM ഗോവിന്ദ് എന്നിവർ പ്രസംഗിച്ചു. ഹായ് വോയിസ് ഓഫ് ആലത്തൂർ. ഹായ് RJ അവനി. ഹായ്, ഇതെന്ത് വിശേഷം ആണോ? ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് കുറച്ച് കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഓക്കെ, എന്താ ചോദിച്ചിരുന്നാൽ നമുക്ക് ആദ്യം വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ശിശുദിനത്തിൽ കിഡ്സ് ഫെസ്റ്റ് ആഘോഷിച്ചു. മോണ്ടിസോറി പഠിച്ചിറങ്ങിയ അധ്യാപക വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങും ഇതോടൊപ്പം നടന്നു. മഹാരാജാസ് കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ ലതാരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ സഞ്ജയ് K നായർ, സമിതി മെമ്പർ ഡോക്ടർ ചന്ദ്രശേഖരൻ, പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, വിദ്യാർത്ഥികളായ EB പുണ്യ, KV അഗ്നിവേശ് എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പ്രീ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു. ബാൻഡ് വാദ്യത്തോടെയാണ് കുട്ടികളുടെ റാലി സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനം അസംഷൻ പള്ളി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. മാനേജർ സിസ്റ്റർ ജസ്മിൻ കുര്യൻ അധ്യക്ഷത വഹിച്ചു. CJMHSS പ്രധാനാധ്യാപകൻ ജോവൽ V ജോസഫ്, അസംഷൻ പള്ളി സഹവികാരി ഫാദർ ജാക്സൺ തെക്കേക്കര, PTA പ്രസിഡന്റ് ജോജോ ചാക്കൂരിയ, പ്രീ പ്രൈമറി പ്രിൻസിപ്പൽ സിസ്റ്റർ ഷീന മേമന, ലിനി ജോസ് എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 110 നമ്പർ അങ്കണവാടിയിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. രാധിക സുരേഷ്, ലക്ഷ്മിക്കുട്ടി പാറയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും ഇതോടൊപ്പമുണ്ടായി.
നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചാച്ചാച്ചിയുടെ വേഷമണിഞ്ഞ കൊച്ചുകുട്ടികളും ചാച്ചാജിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ശിശുഗീതങ്ങളും നൃത്തനൃത്യങ്ങളും പരിപാടിയെ വർണ്ണാഭമാക്കി. സ്കൂൾ മാനേജർ സി രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. വരാക്കര സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. വരാക്കര സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ആന്റണീസ് LP സ്കൂൾ പ്രധാന അധ്യാപകൻ സെബി ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. മാനേജർ സിസ്റ്റർ ജോളി, പ്രധാന അധ്യാപിക സിസ്റ്റർ ഷെറിൻ തറപ്പേൽ, PTA പ്രസിഡന്റ് ജോസ് മാപ്രാണത്തുകാരൻ, കുട്ടികളുടെ പ്രതിനിധിയായി ആഞ്ചലോ ജെയ്സൺ, ജൊഹാൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ശലഭോത്സവം അങ്കണവാടി ഫെസ്റ്റിൽ 22 അങ്കണവാടിയിൽ നിന്നുള്ള 100ഓളം കുട്ടികൾ പങ്കെടുത്തു. സാഹിത്യകാരൻ സുഭാഷ് മൂന്നുമുറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഫിറോസ് ഷാ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക VS ഷീല, PTA വൈസ് പ്രസിഡന്റ് KS സൂരജ്, MPTA പ്രസിഡന്റ് രേഖ നന്ദൻ, സീനിയർ അധ്യാപിക KP രജനി, പ്രീ പ്രൈമറിയിലെ സീനിയർ അധ്യാപിക KN ജനീന എന്നിവർ പ്രസംഗിച്ചു. കുഞ്ഞു മനസ്സിൽ കൗതുകമുണർത്താൻ ഹിപ്നോ മജീഷ്യൻ ജോസ് ചെറിയത്തിന്റെ മാജിക് ഷോ സംഘടിപ്പിച്ചു. ചാലക്കുടി സബ് ജില്ലാ കലോത്സവത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയതിന്റെ ആഹ്ലാദ പ്രകടനം ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെ നടന്നു. സ്കൂളിൽ പുതിയതായി എത്തിച്ചേർന്ന AI റോബോട്ടിക് കൂട്ടുകാരോടൊപ്പം കുട്ടികളും രക്ഷിതാക്കളും ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്തി. വളരെ ആശ്ചര്യത്തോടും കൗതുകത്തോടും കൂടിയാണ് കുട്ടികൾ ഈ കാഴ്ച ആസ്വദിച്ചത്. കല്ലൂരിൽ സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഞെള്ളൂർ സ്വദേശി അക്കരക്കാരൻ വീട്ടിൽ രാമൻകുട്ടിയാണ് മരിച്ചത്. 82 വയസ്സായിരുന്നു. കഴിഞ്ഞ 11 വൈകിട്ട് 5 മണിക്ക് കരുവാക്കുന്നത്ത് വെച്ചായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 9ഓടെയാണ് മരണം സംഭവിച്ചത്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. ഭാര്യ സുലോചന, സുനിൽകുമാർ, സുനിത, സിജി എന്നിവർ മക്കളും, സുജാത, അശോകൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് പഞ്ചായത്ത് ആദ്യഘട്ട BJP സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂരാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. വാർഡ് 6 സ്നേഹപുരത്ത് രശ്മി ശ്രീശോഭ, വാർഡ് 7 മാട്ടുമലയിൽ AV സലീഷ്, വാർഡ് 8 ശാന്തിനഗറിൽ NC അജിത് കുമാർ, വാർഡ് 9 സൂര്യഗ്രാമം മിത രാജേഷ്, വാർഡ് 11 കുണ്ടകടവ് ടെൽമ ജിജോൺ, വാർഡ് 12 SN പുരം ഉണ്ണികൃഷ്ണൻ കീടായിൽ, വാർഡ് 13 രണ്ടാംകല്ല് ജോയ് മഞ്ഞളി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്നേഹപുരം ഡിവിഷൻ സ്ഥാനാർത്ഥിയായി വിജു തച്ചങ്കുളം എന്നിവരെയാണ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചത്. യോഗത്തിൽ എറണാകുളം മേഖലാ ട്രഷറർ VV രാജേഷ്, മണ്ഡലം പ്രഭാരി സതീഷ് മരുതയോർ, NR റോഷൻ, ഷാജി, രാമദാസ്, രാമൻ, നിഷാന്ത് അയ്യഞ്ചിറ എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ പഞ്ചായത്തിൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ സജീവ സാന്നിധ്യമായി ആം ആദ്മി പാർട്ടി. പഞ്ചായത്തിലെ 8 ജനറൽ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ സജീവമായി കഴിഞ്ഞു. തൃക്കൂർ പഞ്ചായത്തിൽ ഇത്തവണ വലിയ വിജയപ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി. മറ്റ് മുന്നണികൾ പ്രചാരണം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി നിർണയവും ആദ്യ റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കുകയും ചെയ്തു. മാറി മാറി പഞ്ചായത്ത് ഭരിച്ച ഇടത് വലത് മുന്നണികൾ പഞ്ചായത്തിന്റെ വികസനം സാധ്യമാക്കിയില്ലെന്നും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും ആം ആദ്മി പ്രവർത്തകർ പറയുന്നു. ജില്ലയിൽ പാർട്ടിക്ക് പ്രതീക്ഷയുള്ള ഇടങ്ങളിൽ എല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുവാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. തൃക്കൂർ പഞ്ചായത്തിലെ ഏതാനും വാർഡുകളിൽ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്ന് സ്ഥാനാർത്ഥികൾ പറയുന്നു. ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മത്സരങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. ഞാനിപ്പോൾ എൻ്റെ വാർഡിൽ 15ാം വാർഡിൽ ഞെള്ളൂർ വാർഡ്, അതിൽ ഞാൻ 2 പ്രാവശ്യം എല്ലാ വീടുകളിലും കയറിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ലൊരു റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഇന്നലെ മുതൽ വീണ്ടും 3ാം റൗണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതൊരു മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ അത് തീർക്കണം. പിന്നെ ഞങ്ങളുടെ ഇപ്പം നിലവിൽ ഞങ്ങൾ ജനറൽ വാർഡ് 8 എണ്ണമാണ് ഉള്ളത്. ആ 8 എണ്ണത്തിലും ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു മാറ്റം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പരമാവധി ജനങ്ങളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദേശീയ പാർട്ടിയായിട്ടും തങ്ങളെ പഞ്ചായത്തിന്റെ യോഗങ്ങളിലും ചർച്ചകളിലും അവഗണിക്കുകയാണെന്നും അതിനുള്ള ഒരു മറുപടി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. അഴിമതിരഹിതമായ സുതാര്യമായ ഭരണം, അതാണ് ദേശീയ തലത്തിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ മുദ്രാവാക്യം. LDF, UDF, BJP മുന്നണികൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി
തൃക്കൂർ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ വീട് കയറിയുള്ള പ്രചാരണത്തിൽ ഏറെ മുന്നിലെത്തിക്കഴിഞ്ഞു ആം ആദ്മി പാർട്ടിയെന്നും ജനങ്ങൾ നൽകുന്ന പിന്തുണയിൽ വലിയ ആത്മവിശ്വാസമുണ്ടെന്നും പ്രവർത്തകർ പറയുന്നു. ഏതായാലും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സാധാരണയായി പറഞ്ഞു കേൾക്കുന്ന ത്രികോണ മത്സരം എന്ന പതിവ് പല്ലവിക്ക് തൃക്കൂർ പഞ്ചായത്തിലെങ്കിലും ഇത്തവണ മാറ്റം വരുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കൂർ പഞ്ചായത്തിൽ ഇത്തവണ ആം ആദ്മി പാർട്ടി സജീവമായി രംഗത്തുണ്ടാകും. ദേശീയ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയെ പ്രാദേശിക തലത്തിൽ വളർത്തിയെടുക്കുക എന്ന നിയോഗം ഏറ്റെടുത്ത ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറെ ദൂരം മുന്നിലെത്തിക്കഴിഞ്ഞു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സർവ്വസാധാരണമായി കേൾക്കുന്ന ത്രികോണ മത്സരം എന്ന പ്രയോഗത്തിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോടുകൂടി മാറ്റം വരുമെന്നാണ് ആം ആദ്മി പ്രവർത്തകർ പറയുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ചെറുതും വലുതുമായ സാമ്പത്തിക ഇടപാടുകൾക്ക് സാധാരണക്കാർ പോലും ആശ്രയിക്കുന്നത് UPI സംവിധാനം. പുതുക്കാട് മേഖലയിലെ വിപണി കീഴടക്കി ശ്രദ്ധേയമാവുകയാണ് ഏറ്റവും പുതിയ പേയ്മെന്റ് ആപ്ലിക്കേഷനായ മാക്സ്വിൻ പേ. പുതുക്കാട് മേഖലയിലെ പ്രധാന വ്യാപാര ഇടങ്ങളായ തലോർ, ആമ്പല്ലൂർ, പുതുക്കാട്, വരന്തരപ്പള്ളി പ്രദേശങ്ങളിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിൽ ശ്രദ്ധേയമാവുകയാണ് മാക്സ്വിൻ പേ. ഈ പ്ലാറ്റ്ഫോം വഴി പണം അയക്കുമ്പോൾ ഓരോ പർച്ചേസിനും 1 മുതൽ 99% വരെ കിഴിവാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് മാക്സ്വിൻ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇന്ത്യയിൽ സർവ്വസാധാരണമായി മുഴുവൻ ആളുകളും, സാധാരണക്കാർ മുതൽ മുഴുവൻ ആളുകളും ഇപ്പോൾ ചെറുതും വലുതുമായ എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഉപയോഗിക്കുന്നത് UPI സംവിധാനങ്ങളെയാണ്. അത്തരത്തിൽ ഏറ്റവും പുതിയ ഒരു പേയ്മെന്റ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. മാക്സ്വിൻ പേ എന്ന പുതിയൊരു പേയ്മെന്റ് ആപ്ലിക്കേഷനാണ് ഇത്. നമുക്ക് ഉപഭോക്താക്കൾക്ക് വലിയ ലാഭകരമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് മാക്സ്വിൻ പേയുടെ സെയിൽസ് വിഭാഗം അഡ്മിനായിട്ടുള്ള നിമിഷ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ഒരു പേയ്മെന്റ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ പരിചയപ്പെടുത്തുന്നത്? ശരിക്കും നമ്മളൊരു ഡിസ്കൗണ്ടിങ് ആപ്പാണ്. അതായത് ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഈക്വലി ഒരു ബെനിഫിറ്റബിൾ ആവുന്ന ഒരു ആപ്പാണ്. ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ആപ്പ് എന്ന് പറയുന്നത് കസ്റ്റമറെ കൂടുതൽ അവരുടെ ഷോപ്പുകളിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ ഡെയിലി ഉള്ള ഫുട്ഫോൾ വർദ്ധിക്കുന്നതിനും സഹായിക്കുകയാണ്. കൂടാതെ കസ്റ്റമർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഷോപ്പുകളിൽ നിന്ന്, അതായത് മാക്സ്വിൻ്റെ അസോസിയേറ്റഡ് ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും 1 to 99% വരെ ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാണ്ടിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അവർക്ക് ന്യായമായ വിലയിൽ ലഭ്യമാകുന്നതിനും കൂടാതെ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് അവർക്ക് ആ സാധനം പർച്ചേസ് ചെയ്യുന്നതിനും വളരെയധികം ഹെൽപ്ഫുൾ ആവുകയാണ്. ഇത്തരത്തിൽ നമുക്ക് എല്ലാവരും ഒരു ഗൂഗിൾ പേ ആണോ Paytm ആണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ അവർക്ക് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ Paytm വഴിയോ ട്രാൻസാക്ഷൻസുകൾ നടത്താം. കൂടാതെ അവർക്ക് ഇത്തരത്തിൽ ഡിസ്കൗണ്ടും ലഭ്യമാവുന്നതാണ്. മാക്സ്വിൻ പേ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ ഇവിടെ വെച്ചതിന് ശേഷം ഒരു 9 മാസത്തോളം ആയിട്ടുണ്ട്. പല ഉപഭോക്താക്കൾക്കും വളരെയധികം വലിയ ഡിസ്കൗണ്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് സ്ഥാപന ഉടമകൾക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റാത്തത് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വേറെ ഒരാൾ ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. എങ്ങനെ പർച്ചേസ് ചെയ്താലും ചെറിയൊരു ഡിസ്കൗണ്ട്, ഒരു 5% അടുത്ത ഡിസ്കൗണ്ട് എല്ലാവർക്കും കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് അറിഞ്ഞു വരുന്നുള്ളൂ. പലരും വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർ ചെയ്യാറുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇതിനു വേണ്ടി മാത്രം മാക്സ്വിൻ പേയുടെ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വന്ന് കഴിക്കുന്നവർ വരെയുണ്ട്. ചായ ഒക്കെ കുടിക്കുമ്പോൾ നമ്മൾ 12 രൂപയുടെ ചായ ആണെങ്കിൽ ചിലപ്പോൾ 8 രൂപയ്ക്ക് വരുള്ളൂ. അത് തന്നെ അവർക്കൊരു വലിയതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് മാക്സ്വിൻ ചെയ്യുന്ന ആളുകൾ ഇപ്പം ഉണ്ട്. എവിടെയാണ് ഇതിൻ്റെ QR കോഡ് എന്ന് ചോദിക്കും നമ്മളോട്. അപ്പോൾ അത് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരു പ്രോത്സാഹനം കൂടിയാണ്. കാരണം ഞങ്ങൾക്ക് കൊടുക്കാണ്ട് തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വേറൊരു ഡിസ്കൗണ്ട് കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. വളരെ നല്ലൊരു പ്രവർത്തനമായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സ്റ്റേറ്റ് സീനിയർ വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ചെയർമാനായ ഗ്രൂപ്പാണ് ഈ ഓൺലൈൻ പേയ്മെന്റ് പ്ലാറ്റ്ഫോം സംരംഭത്തിന് പിന്നിൽ. ഉപഭോക്താക്കൾക്ക് വലിയ ലാഭം നൽകുകയും മാക്സ്വിൻ പേ ഉപഭോക്താക്കളായ റീറ്റെയിൽ മേഖലയിലെ വ്യാപാരികൾക്ക് വ്യാപാര മേഖലയിൽ ഉണർവേകുന്നു എന്നതുമാണ് ഇതിന്റെ പ്രത്യേകത. ഇടപാടുകൾക്ക് ശേഷം മൊബൈൽ സ്ക്രീനിൽ വലിയ ഡിസ്കൗണ്ടുകൾ തെളിയുമ്പോൾ ഉപഭോക്താക്കളും ഹാപ്പിയാണ്. ഞങ്ങൾ CCSIT പുതുക്കാട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ചിപ്സ് കോർണർ ഇവിടെ അടുത്താണ് ഞങ്ങൾക്ക്. അപ്പോൾ അവിടേക്ക് കുടിക്കാനായിട്ട് വന്നപ്പോൾ അവിടെ മാക്സ്വിൻ പേ എന്ന് പറഞ്ഞ ഒരു പേയ്മെൻറ്റിൻ്റെ ആപ്പിനെ കുറിച്ച് അറിഞ്ഞു. റെഫർ ചെയ്ത പുള്ളി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ റെഫർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ബില്ല് വന്നത് 103 ഏകദേശം അത്രയും 108 രൂപയാണ് വന്നത്. അതിൽ 20 രൂപയോളം ഡിസ്കൗണ്ട് കിട്ടി. നല്ലൊരു ആപ്പാണ്, എല്ലാവരും ട്രൈ ചെയ്യുക.
അപ്പോൾ ഞാനും നമ്മുടെ ക്യാമറാമാൻ നന്ദുവും ചേർന്ന് പുതുക്കാട് ചിപ്സ് കോർണറിൽ നിന്ന് ഒരു ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ 60 രൂപയാണ് നമുക്ക് ബില്ല് വന്നിട്ടുള്ളത്. നമ്മൾ മാക്സ്വിൻ പേ ഒന്ന് പരീക്ഷിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ മാക്സ്വിൻ പേ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇവിടെ സ്കാനറിൽ നമ്മൾ എമൗണ്ട് ടൈപ്പ് ചെയ്യാണ്. 60 രൂപ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ₹60 ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ യെസ് 36.75 ഡിസ്കൗണ്ട് ആണ്. 60 രൂപയ്ക്ക് എനിക്ക് 23 രൂപ 25 പൈസ മാത്രമാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നുള്ളൂ. അപ്പോൾ ഇതൊരു വലിയ ഒരു തരംഗമായി മാറുകയാണ് ഈ മേഖലയിൽ. നമുക്കറിയാം റീറ്റെയിൽ വ്യാപാരികൾക്കും ഒപ്പം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനും ഒക്കെ ഉപകാരപ്രദമായ മാക്സ്വിൻ പേ ആപ്പ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിക്കുക. ഇത് നമുക്കൊക്കെ ഉപയോഗപ്രദമായ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ചിറ്റിശ്ശേരി കണ്ണംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം 16 മുതൽ 23 വരെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കൂനംപള്ളി ശ്രീറാം നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 16 വൈകിട്ട് 6:30 അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസ യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിക്കും. 23 മഹാപ്രസാദ ഊട്ടുണ്ടാകും. പുതുക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് എളങ്ങല്ലൂർ മരം ഗിരീശൻ, സെക്രട്ടറി എറവക്കാട് കളരിക്കൽ പ്രഭാഷ് പണിക്കർ, രക്ഷാധികാരി EV കൃഷ്ണൻ നമ്പൂതിരി, വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ എറവക്കാട് എന്നിവർ പങ്കെടുത്തു. കണ്ണംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഈ വരുന്ന നവംബർ 16-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടി ശ്രീ അയ്യൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് വിളംബര ഘോഷയാത്രയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് യജ്ഞമണ്ഡപത്തിൽ അഷ്ടവൈദ്യൻ ബ്രഹ്മശ്രീ തൈക്കാട്ട് നീലകണ്ഠമൂസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഭദ്രദീപം കൊളുത്തി യജ്ഞം സമാരംഭിക്കുകയാണ്. 18 വർഷമായി വളരെ നല്ല നിലയിൽ എല്ലാ വർഷവും ഈ വൃശ്ചിക മാസത്തിൽ ആദ്യ തന്നെ സപ്താഹ യജ്ഞം നടന്നു വരികയാണ്. അത് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലാണ് നടത്തി വരാറുള്ളത്. വളരെ വിപുലമായ രീതിയിൽ മറ്റുള്ള കേന്ദ്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു യജ്ഞമാണ് അവിടെ പ്രത്യേകിച്ച് ചിറ്റിശ്ശേരി കണ്ണംകുളങ്ങര ക്ഷേത്രത്തിൽ നടന്നു വരാറുള്ളത്. തന്നെയല്ല ദിവസവും രാവിലെ ആരംഭിച്ച് രാത്രി അവസാനിക്കുമ്പോൾ ആ സമയത്തുള്ള എല്ലാ ഭക്ഷണങ്ങളും അവിടെ എല്ലാവർക്കും വിപുലമായ രീതിയിൽ കൊടുത്തു വരാറുണ്ട്. പുതുക്കാട് കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം ഈ മാസം 17, 18, 19 തീയതികളിൽ നടക്കും. താമരശ്ശേരി വിനോദ് പണിക്കർ, അരീക്കുളങ്ങര സുരേഷ് പണിക്കർ, ചൂണ്ടൽ വിഷ്ണുദാസ് പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല പ്രശ്നം. അഷ്ടമംഗല പ്രശ്നം നടത്താൻ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് നന്ദകുമാർ കാക്കനാട്ട്, സെക്രട്ടറി KV സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ CR ബൈജു, സത്യപ്രകാശൻ പട്ടത്തിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം 17 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായി ക്ഷേത്രത്തിൽ അഷ്ടമംഗൽ പ്രശ്നവും നവീകരണ കർശനം നടത്തിയിട്ടുള്ളത്. ഈ ക്ഷേത്ര ഉപദേശ സമിതി ഏറ്റെടുത്തതിന് ശേഷം ഇത്ര ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ദേവിയുടെ ചൈതന്യത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ അഷ്ടമംഗല പ്രശ്നം നടത്താൻ പ്രാഥമികമായി തന്നെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അഷ്ടമംഗൽ പ്രശ്നം നടത്തുന്ന ദൈവജ്ഞരെ ദേവിയുടെ തിരുനടയിൽ നറുക്കെടുത്തുകൊണ്ടാണ് ഇത് നിയോഗിച്ചിട്ടുള്ളത്. അഷ്ടമംഗല്യ പ്രശ്നത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഏകദേശ രൂപത്തിൽ പൂർണ്ണമായിട്ടുണ്ട്. അമ്പലത്തിൻ്റെ പരമാവധി പറ്റാവുന്ന സ്ഥലങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയാക്കാനും ഭഗവതിയുടെ ചൈതന്യം കൂട്ടുന്നതിന് അഷ്ടമംഗല്യ പ്രശ്നം അത് വളരെ ഭംഗിയായി നടക്കുന്നതിനും വേണ്ടി അന്നത്തെ ദിവസത്തെ ഭക്തരെ സന്തോഷത്തോടു കൂടി തന്നെ വേണം ഇത് നടക്കാൻ എന്നുള്ള ഒരു തീരുമാനമുള്ളത് കൊണ്ട് കാലത്ത് 1-ാം തീയതി ആയതിനാലും വൃശ്ചിക 1-ാം തീയതി ആയതിനാലും എല്ലാവർക്കും കാലത്ത് പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് അന്നദാനം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഈ 24 ദേശക്കാരുടെയും അവിടെ എല്ലാവരുടെയും ഈ തട്ടകത്തെ ദേവി കടാക്ഷിക്കുന്ന ഒരു സന്ദർഭം കൂടി ആണ് ഈ അഷ്ടമംഗല പ്രശ്നം. ആ അഷ്ടമംഗല പ്രശ്നത്തിൽ വൃശ്ചിക 1-ാം തീയതി
കാലത്ത് 8 മണിക്കുള്ള രാശിപൂജയോടുകൂടി തന്നെ അത് തുടങ്ങും. അതിനുശേഷമാണ് അഷ്ടമംഗലം തുടങ്ങുന്നത്. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി 169ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9:30 മുതൽ 12:30 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ P. രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത്, K. സഞ്ജീവ് മേനോൻ, MR ആംസൺ എന്നിവർ പങ്കെടുത്തു. 35 വർഷത്തെ സേവനത്തിനു ശേഷം ചിറ്റിശ്ശേരി ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിരമിച്ച പോസ്റ്റ് മാസ്റ്റർ OS വാസുവിന് പുതുക്കാട് പോസ്റ്റ് ഓഫീസിൽ വച്ച് യാത്രയയപ്പ് നൽകി. ഇരിങ്ങാലക്കുട സൂപ്രണ്ട് M. സുനിൽ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പോസ്റ്റ് മാസ്റ്റർ CC ശബരീഷ് അധ്യക്ഷനായി. ചാലക്കുടി പോസ്റ്റൽ വകുപ്പ് ഇൻസ്പെക്ടർ ജിബിൻ ജോർജ് ഉപഹാരം സമർപ്പിച്ചു. TS ശ്രീജ, TK ഷാജു എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് മേരിമാത ICSE സ്കൂളിൽ വാർഷികാഘോഷം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുദാസി സൊസൈറ്റി അസിസ്റ്റന്റ് ജനറൽ സിസ്റ്റർ ലിൻസ വർഗീസ് അധ്യക്ഷയായിരുന്നു. പുതുക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത്, പിന്നണി ഗായിക ഇന്ദുലേഖ, പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, സ്കൂൾ മാനേജർ ടിജി ജോസഫ്, പ്രിൻസിപ്പൽ സാലി ദേവസ്യ, PTA പ്രസിഡന്റ് CJ ആന്റണി, ഏഞ്ചലോ ബെവിൻ, അന്ന സാജു എന്നിവർ പ്രസംഗിച്ചു. വലിയ സഹായകരമായ വിദ്യാഭ്യാസ സംരംഭങ്ങളായി ഇവിടെ ഏറ്റവും നല്ല നിലയിൽ പുതുക്കാട് നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ ആസ്ഥാനമാണ്. അവിടെ നമുക്ക് മറ്റ് സ്കൂളുകളൊക്കെ ഉണ്ട്. സർക്കാർ സ്കൂളുണ്ട്, ALM സ്കൂളുണ്ട്, ഒരു സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂൾ എന്ന നിലയിൽ guided by our motto, divine love and wisdom, we strive not only to impact knowledge, but also touch hearts, shape character, and nurture one. വിദ്യാലയം അറിവിന്റെ വാതായനങ്ങൾ തുറന്ന് മനുഷ്യ ജീവിതത്തിന് ഊടുപാവം നേടിക്കൊടുക്കുന്ന പരിശീലന കളരി. അറിവിനപ്പുറം അനുഭവങ്ങൾക്കും ബോധനങ്ങൾക്കപ്പുറം ബോധ്യങ്ങളും നിറയുമ്പോൾ വിദ്യാലയങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്നത് ജീവസുറ്റ ഒരു പുതുതലമുറയാണ്. മേരിമാത ICSE സ്കൂൾ ഇങ്ങനെ എത്ര തലമുറകൾക്ക് ജന്മം നൽകുവാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെ പുതുക്കാട് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ജിജോ മുരിങ്ങാത്തേരി മുഖ്യാതിഥിയായിരുന്നു. OSA പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കീടായിൽ, OSA കോർഡിനേറ്റർ ഫ്രാൻസിസ് കൈതാരത്ത്, പ്രധാന അധ്യാപിക ജിജിമോൾ ജോണി എന്നിവർ പ്രസംഗിച്ചു. PTA പ്രസിഡന്റ് CP ജോഷി, അധ്യാപകരായ PG ആൻഡ്രു, PK സരിത, OSA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുരേഷ്, ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിന് കഞ്ചാവ് സൂക്ഷിച്ചെന്ന കേസിൽ സ്റ്റേഷൻ റൌഡിയെ വരന്തരപ്പള്ളി പോലീസ് വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെ സ്കൂൾ പരിസരത്ത് നിന്നാണ് വരന്തരപ്പള്ളി പൗണ്ട കലവറക്കുന്ന് സ്വദേശി മുല്ല വീട്ടിൽ 40 വയസ്സുള്ള സുമനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ബാലനീതി നിയമത്തിലെ വകുപ്പുകളും നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമത്തിലെ വകുപ്പുകളും ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സുമൻ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 വധശ്രമ കേസിലും 5 അടിപിടി കേസിലും ഭാര്യയായിരുന്ന സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയ കേസിലും മദ്യലഹരിയിൽ മറ്റുള്ളവരുടെ ജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച കേസിലുമടക്കം 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, SI PD ധനീഷ്, GSI CG മനോജ്, CPO അജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വിയൂർ അതീവ സുരക്ഷാ ജയിൽ ഉദ്യോഗസ്ഥന് തടവുകാരുടെ മർദ്ദനം. ജയിലിലെ NIA തടവുകാരൻ നസറുദ്ദീന്റെ മർദ്ദനമേറ്റ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അഭിനവും തടവുകാരനും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവവുമായി ബന്ധപ്പെട്ട് വിയൂർ പോലീസിൽ പരാതി നൽകി. 5:30 സംഭവം. ജയിൽ സമയം കഴിഞ്ഞപ്പോൾ പ്രതിയോട് സെല്ലിനുള്ളിൽ കയറുവാൻ അഭിനവ് ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണമായത്. സെല്ലിലേക്ക് കയറുവാൻ സമ്മതിക്കാതെ നസറുദ്ദീൻ വളരെ മോശമായി പെരുമാറുകയും തെറി വിളിക്കുകയും ചെയ്തു. നസറുദ്ദീനെ സപ്പോർട്ടായി മാവോയിസ്റ്റ് മനോജും ഒപ്പം ചേർന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ച് ബഹളം സൃഷ്ടിക്കുകയും ചെയ്തു.
ഇതിനിടെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിച്ച അഭിനവിനെ ഇരുവരും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. സംഭവം കണ്ട് അഭിനവിനെ സഹായിക്കാനെത്തിയ മറ്റൊരു തടവുകാരനും മർദ്ദനമേറ്റു. പരിക്കേറ്റ ഇരുവരെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,645 രൂപ, പവന് 93,160 രൂപ. വെണ്ടൂർ എടക്കളത്തൂർ ദേവസി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബേബി, ആനി, ജെസി, ജോൺസൺ, ഗ്രേസി, ജോയ് എന്നിവർ മക്കളും, ഫ്രാൻസിസ്, ഡേവിസ്, മേഴ്സി, റെജി, പരേതരായ തോമസ് ഡേവിസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നാടെങ്ങും ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കല്ലൂരിൽ സ്കൂട്ടർ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ഞെള്ളൂർ സ്വദേശി അക്കരക്കാരൻ വീട്ടിൽ രാമൻകുട്ടിയാണ് മരിച്ചത്. പുതുക്കാട് പഞ്ചായത്ത് ആദ്യഘട്ട BJP സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂരാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തൃക്കൂർ പഞ്ചായത്തിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സജീവ സാന്നിധ്യമായി ആം ആദ്മി പാർട്ടി. പഞ്ചായത്തിലെ 8 ജനറൽ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ സജീവമായി കഴിഞ്ഞു. പുതുക്കാട് കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം ഈ മാസം 17, 18, 19 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.